ദേവാലയങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സമീപമുള്ള മത്സ്യമാംസ വിൽപ്പന പൂർണ്ണമായും നിരോധിക്കണമെന്ന വിചിത്രമായ പ്രഖ്യാപനവുമായി ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയും കുറ്റകൃത്യങ്ങളും തടയാൻ ഇത്തരം നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്നാണ് ഉപമുഖ്യമന്ത്രിയുടെ പ്രധാന വാദം. മാംസഭക്ഷണം പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് കുട്ടികളുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നും അവരിൽ വന്യമായ സ്വഭാവ രീതികൾ വളർത്താൻ ഇത് കാരണമാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ലാത്ത ഇത്തരം പ്രസ്താവനകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ജനങ്ങളുടെ ഭക്ഷണശീലങ്ങളോടോ ഭക്ഷിക്കാനുള്ള അവകാശത്തോടോ തനിക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും എന്നാൽ ചില പ്രത്യേക സ്ഥലങ്ങളിലെ പരസ്യമായ വിൽപ്പനയും പ്രദർശനവും തടയുക എന്നത് സർക്കാരിന്റെ നയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരതത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മാംസാഹാരം ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ എന്നിരിക്കെ ഈ നീക്കം വലിയൊരു വിഭാഗം ജനങ്ങളെയും കച്ചവടക്കാരെയും ബാധിക്കുമെന്നത് ഉറപ്പാണ്. കണക്കുകൾ പ്രകാരം പ്രതിവർഷം ഏകദേശം 4,24,000 ടൺ മാംസവും 9,50,000 ടൺ മത്സ്യവുമാണ് ബീഹാറിൽ വിറ്റഴിക്കപ്പെടുന്നത്. ഇത്രയധികം വിപണന സാധ്യതയുള്ള ഒരു മേഖലയ്ക്ക് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കും. സംസ്ഥാനത്തെ ലൈസൻസ് ഇല്ലാത്ത മാംസ വിൽപ്പന ശാലകൾക്കെതിരെയും തെരുവോരങ്ങളിലെ തുറന്ന വിൽപ്പന ശാലകൾക്കെതിരെയും നടപടിയെടുക്കാൻ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്കൂളുകളുടെയും ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളുടെയും പരിസരത്ത് നിന്ന് ഇത്തരം കടകൾ നീക്കം ചെയ്യാനുള്ള കർശന നിർദ്ദേശം ഉപമുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. മുനിസിപ്പൽ ചട്ടത്തിലെ 345 സെഷൻസ് പ്രകാരം മാംസ വിൽപ്പനക്കാർ നിർബന്ധമായും ലൈസൻസ് എടുത്തിരിക്കണമെന്ന നിബന്ധന കർശനമായി നടപ്പിലാക്കാനാണ് അധികൃതരുടെ തീരുമാനം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കടകൾ ഉടനടി അടച്ചുപൂട്ടാൻ എല്ലാ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും നഗരസഭകൾക്കും സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. വിദ്യാലയങ്ങളുടെ പരിസരത്ത് മാംസം പ്രദർശിപ്പിച്ചു വെക്കുന്നത് കുട്ടികളുടെ ചിന്താഗതിയെ മാറ്റുമെന്ന വിചിത്രമായ വാദം മുന്നോട്ട് വെക്കുന്നതിലൂടെ ബീഹാർ സർക്കാർ ലക്ഷ്യമിടുന്നത് കൃത്യമായ രാഷ്ട്രീയ ധ്രുവീകരണമാണെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ജനങ്ങളുടെ ഭക്ഷണക്രമത്തെ നിയന്ത്രിക്കാൻ സർക്കാരിന് അവകാശമില്ലെന്നും വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. മത്സ്യവും മാംസവും വിൽക്കുന്ന കടകൾക്ക് ലൈസൻസ് നിർബന്ധമാക്കുന്നത് ശുചിത്വത്തിന്റെ ഭാഗമാണെന്ന് സർക്കാർ വാദിക്കുമ്പോഴും സ്കൂളുകളെയും ആരാധനാലയങ്ങളെയും ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് ബോധപൂർവമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. നഗരപ്രദേശങ്ങളിൽ പലയിടത്തും സ്കൂളുകളും ആരാധനാലയങ്ങളും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനം നടപ്പിലാക്കിയാൽ നഗരത്തിലെ ഭൂരിഭാഗം മാംസ വിൽപ്പന ശാലകളും പൂട്ടേണ്ടി വരും. ഇത് സാധാരണക്കാരായ കച്ചവടക്കാരുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തും. തുറസായ സ്ഥലങ്ങളിൽ മാംസം മുറിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്നത് വഴി ശുചിത്വം ഉറപ്പാക്കാമെന്നാണ് ഉപമുഖ്യമന്ത്രിയുടെ മറ്റൊരു ന്യായീകരണം. എന്നാൽ കുട്ടികളുടെ അക്രമ വാസനയുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നത് തികച്ചും യുക്തിരഹിതമാണെന്ന് മനഃശാസ്ത്രജ്ഞരും വിദ്യാഭ്യാസ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ബീഹാറിലെ ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ജനങ്ങൾ മാംസാഹാരത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇത്രയും വലിയ തോതിൽ മാംസം ഉൽപ്പാദിപ്പിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് വിപണിയെ തളർത്താൻ മാത്രമേ സഹായിക്കൂ. ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കുന്ന കടകളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനോട് ആർക്കും എതിർപ്പില്ലെങ്കിലും വിൽപ്പന കേന്ദ്രങ്ങളുടെ സ്ഥാനം സംബന്ധിച്ച് ഏർപ്പെടുത്തുന്ന വിചിത്രമായ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്നാണ് പൊതുജനാഭിപ്രായം. ആരാധനാലയങ്ങൾക്ക് സമീപം ഇത്തരം വിൽപ്പന പാടില്ലെന്ന നിർദ്ദേശം മതവികാരം ചൂഷണം ചെയ്യാനുള്ള നീക്കമായാണ് പലരും കാണുന്നത്. മാംസ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഹൈജീൻ പ്രോട്ടോകോളുകൾ നടപ്പിലാക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ ഭക്ഷണത്തെയും അത് വിൽക്കുന്ന വ്യക്തിയെയും കുറ്റവാളികളാക്കി കാണിക്കാനുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു ഭരണാധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും സാമൂഹിക പ്രവർത്തകർ പറയുന്നു. കുട്ടികൾക്കിടയിലെ അക്രമവാസനയ്ക്ക് കാരണം വിദ്യാഭ്യാസത്തിന്റെ അഭാവവും സാമൂഹിക സാഹചര്യങ്ങളുമാണെന്നിരിക്കെ അതിനെ ഭക്ഷണശീലവുമായി ബന്ധിപ്പിക്കുന്നത് അപഹാസ്യമാണ്. ബീഹാറിലെ വിദ്യാഭ്യാസ മേഖലകളിൽ നേരിടുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ഗുണനിലവാരമില്ലായ്മയും പരിഹരിക്കുന്നതിന് പകരം ഇത്തരം അനാവശ്യ വിവാദങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് RJD ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രകാരം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കും. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കൊപ്പം തന്നെ സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന മാംസക്കടകളും ഒഴിവാക്കപ്പെടും. ഇത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു. പാവപ്പെട്ട കച്ചവടക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ഇത് വഴിയാധാരമാക്കുമെന്ന ആശങ്കയും ശക്തമാണ്.
ബീഹാറിലെ ഗ്രാമങ്ങളിൽ പലയിടത്തും ആഴ്ച ചന്തകളിൽ വലിയ തോതിൽ മാംസ വിൽപ്പന നടക്കാറുണ്ട്. ഇത്തരം ചന്തകളിൽ പുതിയ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ കുറിച്ച് സർക്കാരിന് വ്യക്തമായ പദ്ധതിയൊന്നുമില്ല. ഭക്ഷണശാലകൾക്ക് ലൈസൻസ് നിർബന്ധമാക്കുന്നത് സ്വാഗതാർഹമാണെങ്കിലും അത് വിവേചനപരമായ രീതിയിൽ നടപ്പിലാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഉപമുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതോടെ തീവ്ര വലതുപക്ഷ സംഘടനകൾ സംസ്ഥാനത്ത് പലയിടത്തും മാംസക്കടകൾക്ക് നേരെ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് ബീഹാറിലെ മതേതര സാമൂഹിക അന്തരീക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സർക്കാർ തീരുമാനത്തിനെതിരെ നിയമപരമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കച്ചവടക്കാരുടെ സംഘടനകൾ. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം നിലപാടുകളിൽ നിന്ന് പിന്മാറണമെന്നും ശാസ്ത്രീയമായ രീതിയിൽ ശുചിത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഭൂരിഭാഗം പേരുടെയും ആവശ്യം. വരും ദിവസങ്ങളിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. ഭക്ഷണത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിക്കുന്ന ഇത്തരം വിചിത്ര പ്രഖ്യാപനങ്ങൾ വികസന പാതയിൽ സഞ്ചരിക്കേണ്ട ഒരു സംസ്ഥാനത്തെ പിന്നോട്ട് നയിക്കാനേ ഉപകരിക്കൂ.